എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞ എന്നേക്കുമായിട്ട് അവൾ എന്റെ സ്വന്തമാവും. പിന്നെ ആർക്കും എന്നിൽ നിന്ന് അവളെ കൊണ്ടുപോകാനാവില്ല. ഇനി രക്ഷപ്പെടാനും അവൾക്കാവില്ല. മദ്യം ഗ്ലാസിൽ പകർന്ന് ചുണ്ടോട് ചേർത്തുകൊണ്ട് കാർത്തിക് പറഞ്ഞു. ബാക്കി മൂന്നിനെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? സന്ദീപ് ഗ്ലാസ്സിൽ നിന്ന് ഇറക്ക മദ്യം കുടിച്ചുകൊണ്ട് ചോദിച്ചു. നാളെ കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. അവളുമാരെ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ പ്ലാൻ എനിക്കുണ്ട്. വേണമെങ്കിൽ നീ അവർ പോയി നല്ലോണം ഒന്ന് കണ്ടോ? വേണ്ട, നമുക്ക് നാളെ കഴിഞ്ഞ് ഒന്നിച്ചു പോവാം. അതാ നല്ലത്. അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും ആദ്യം ലച്ചു, പിന്നെ അവർ. അത് കഴിഞ്ഞ് പുറത്ത് ആവശ്യക്കാർ ഒരുപാടുണ്ട്. ആനന്ദ് കുറെ വിയർക്കും. അതാണല്ലോ നമ്മുടെ ഉദ്ദേശവും. അത് പോരാ, എല്ലാത്തിൻ്റെയും അവസ്ഥ കൊണ്ട് അവൻ്റെ നെഞ്ചു പൊട്ടണം. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ അലറിക്കരയണം. ലച്ചുവിനെ കുറച്ച് നാളാണെങ്കിൽ കൂടെ കൊണ്ടുനടന്നതിന് അവനുള്ള ശിക്ഷയാ. കാർത്തിക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് സന്ദീപ് അവനൊപ്പം കൂടി. തലേന്നത്തെ യുവാ സൽക്കാരത്തിന് എല്ലാവർക്കും മുമ്പിൽ ഒരു പാവയെ പോലെ അവൾ നിന്നുകൊടുത്തു. കാർത്തികിനെ കുറിച്ച് അറിയാവുന്നവരുടെ മുഖത്ത് ലച്ചുവിന്റെ വിധിയോർത്ത് വേദനയും ദയനീയതയുമായിരുന്നു. എല്ലാവർക്കും മുമ്പിൽ അവൾ വേദനയോടെ ചിരിച്ചു കൊടുത്തു. ലച്ചുവിന്റെ അച്ഛനെ വന്നവർ അന്വേഷിച്ചെങ്കിലും ഓരോ കള്ളം പറഞ്ഞ അവസരം പോലെ ഗിരിയും ഗൗരിയും സംസാരിച്ചു. ഫംഗ്ഷൻ കഴിഞ്ഞത് എല്ലാവരും തിരികെ പോയി. ലച്ചുവിന്റെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ക്ഷീണവും ഭാരവുമായിരുന്നു. നാളെ കാലത്ത് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നിന്നോണം. അമ്പലത്തിൽ പോകണം. ഞങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടല്ല, നാട്ടുകാരെങ്കിലും ബോധിപ്പിക്കണ്ടേ അതിന്. ഗൗരി പുച്ഛത്തോടെ അതും പറഞ്ഞു പോയതും ലച്ചു അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ മോളുടെ ഭാവി ഓർത്ത് വിങ്ങിപ്പൊട്ടുകയായിരുന്നു അമ്മയുടെ മനസ്സ്. അമ്മ എന്തിനാ കരയുന്നേ? ഇതായിരിക്കും എൻ്റെ വിധി ചിലപ്പോ. പക്ഷെ ഉള്ളിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്, ഏട്ടൻ വരുമെന്ന്. എന്നെ തനിച്ചാക്കാൻ ഏട്ടനാവില്ല അമ്മേ. അച്ഛനും നാളെ നമുക്കൊപ്പം ഉണ്ടാവും. ലച്ചു സമാധാനത്തോടെ പറഞ്ഞു. വരും, അമ്മയ്ക്ക് ഉറപ്പാ. മോളെ കൊണ്ടുപോകാൻ വരും. ഇതൊന്നും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാൽ താങ്ങില്ല ആ മനുഷ്യൻ. അമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വയ്യമ്മേ. ഞാൻ എൻ്റെ മുറിയിൽ പോയി ഒന്ന് ഫ്രഷായി കിടക്കട്ടെ. നാളെ ഇനി അടുത്ത വേഷം കെട്ടാനുള്ളതല്ലേ. അത് പറഞ്ഞ് വേദനയോട് അതും പറഞ്ഞ് പുഞ്ചിരിച്ച് അവൾ റൂമിലേക്ക് പോകുന്ന കണ്ടതും അവളുടെ ഉള്ളിലുള്ള കടലോളം സങ്കടം ആ ഒരു പുഞ്ചിരിയിൽ അവൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. റൂമിലേക്ക് ചെന്നു അവിടെ ആകെ ഒന്ന് അവൾ നോക്കി. നാളുകൾക്ക് ശേഷം വീണ്ടും ആ മുറിയിലേക്ക് കയറുകയാണ് അവൾ. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ കൊണ്ടാവണം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അകത്തേക്ക് കയറി ഡോറ് ചാരി അവൾ കണ്ണാടിക്കുമ്പിൽ ചെന്ന് നിന്ന് സ്വന്തം രൂപത്തെ ഒന്ന് നോക്കി. ഏട്ടന് വേണ്ടിയാ ഇങ്ങനെ ഒരുങ്ങാൻ ആഗ്രഹിച്ച്, ഒരുപാട് സന്തോഷത്തോടെ. പക്ഷേ ഇന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ ശബ്ദം ഒന്ന് കേട്ടാ എൻ്റെ ഉള്ളിലെ വേദനകൾ അലിഞ്ഞില്ലാതെയാവും. പക്ഷെ അതിനെനിക്കാവുന്നില്ലല്ലോ. ഏട്ടാ, നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കാർത്തികിനോടൊപ്പം ഒരു ജീവിതം എനിക്കുണ്ടാവില്ല. ഈ വിവാഹം നടന്ന അടുത്ത നിമിഷം ലച്ചുവിൻ്റെ ജീവൻ അവസാനിക്കും. കയ്യിലൊളിപ്പിച്ച ചെറിയ കുപ്പിയിലേക്ക് നോക്കി അവൾ പറഞ്ഞു. വേണമെന്ന് കരുതിയതല്ല, പക്ഷേ ഇപ്പോൾ ഇത് കരുതിയത് നന്നായി എന്ന് തോന്നുന്നു. ഏട്ടനൊപ്പം ജീവിക്കാനായില്ലെങ്കിൽ ഒരു ജീവിതം എനിക്ക് വേണ്ട. സ്വയം നോക്കി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിരുന്നവർ. ലച്ചു ഫ്രഷായി ഇറങ്ങിയതും ക്ഷീണം കൊണ്ട് ബെഡിലേക്ക് വന്ന് കിടന്നു. പക്ഷെ അവൾക്ക് ഉറങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ മുഴുവൻ ആനന്ദമായുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു. എപ്പോഴോ ഗാഠമായ ഉറക്കത്തെ അവൾ കൂട്ടുപിടിച്ചിരുന്നു. കള്ളുകുടിയും കഴിഞ്ഞ് കാർത്തിക് വീട്ടിലേക്ക് വന്ന് രാത്രി വൈകിയായിരുന്നു. കല്യാണ ശോഭയിൽ തിളങ്ങുന്ന വീടിനെ അവൻ കണ്ണെടുക്കാതെ നോക്കി. തൻ്റെ ഉദ്ദേശം വിജയിക്കാൻ പോകുന്ന സന്തോഷമായിരുന്നു അവൻ്റെ മുഖത്ത്. തറയിലുറക്കാത്ത കാലുമായി അവൻ അകത്തേക്ക് നടന്നു. അടഞ്ഞുകിടന്ന ലച്ചുവിന്റെ റൂമിന്റെ വാതിൽ കണ്ടതും അവന്റെ കണ്ണുകൾ കുറുകി. ചുറ്റും നോക്കി ഒരു ചിരിയോടെ അവൻ വാതിൽ തള്ളി തുറന്നു. അകത്ത് ബെഡിൽ കിടക്കുന്ന ലച്ചുവിനെ കണ്ടതും അവളുടെ സൗന്ദര്യവും ശരീരമൊടിയും അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇനിയും കാത്തിരിക്കാനാവാത്ത പോലെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഇതൊന്നും അറിയാതെ ഗാഠമായ ഉറക്കത്തിലായിരുന്നു അവൾ. തളർച്ചയിൽ നിന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കിയതും അവിടെ മാകെ വല്ലാത്തൊരു ഇരുട്ട് നിറഞ്ഞിരുന്നു. എവിടെയാണെന്ന് അറിയാൻ അദ്ദേഹത്തിന് ആവുന്നുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോകും വഴി ആരൊക്കെയോ ചേർന്ന് തന്നെ വണ്ടിയിൽ വലിച്ചു കയറ്റിയതും വണ്ടിയിൽ നിന്നിറക്കുമ്പോൾ കാർത്തികിന്റെ ശബ്ദം കേട്ടോ അദ്ദേഹം ഓർത്തു. ദൈവമേ, ഞാനിത് എവിടെയാ? 2 ദിവസമായിട്ടുണ്ടാവില്ല എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട്. രാധിക, അവൾ എന്നെ കാണാതെ എങ്ങനെ സഹിക്കുന്നതൊക്കെ. ലച്ചുവിന്റെ അച്ഛൻ ഇരുന്നിടത്ത് എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. കൈ 2 കസേരയിൽ ബന്ധിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ശബ്ദം കേട്ടും പുറത്തുനിന്ന് 2 പേര് ഓടി ആ ചെറിയ മുറിയിലേക്ക് വന്നു. എടാ, മരുന്നെടുക്ക്, ഇയാൾക്ക് ബോധം വന്നു. ഒരുത്തൻ മറ്റൊരുത്തനോടായി പറഞ്ഞു. അയാൾ വേഗത്തിൽ പുറത്തേക്ക് പോയി. എന്നെ എന്തിനാ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? ഇതൊക്കെ അവന്റെ കളിയല്ലേ? എനിക്കറിയാം. അവൻ എന്തിനായിനി എന്നെ? വേണ്ടതെല്ലാം എഴുതി വാങ്ങിച്ചല്ലേ. എന്നെ അഴിച്ചുവിട്, എനിക്ക് വീട്ടിൽ പോകണം. ഇവിടെ നിന്ന് നിങ്ങൾ ഒച്ച വെച്ചാൽ ആ ശബ്ദം പുറത്തു പോയില്ല. അതുകൊണ്ട് വെറുതെ ആരോഗ്യം കളയാൻ നിൽക്കണ്ട. ഞങ്ങൾ പറയുന്ന പോലെ കേട്ടാ തനിക്ക് കൊള്ളാം. എന്നെ എന്തിനാ അവിടെ കൊണ്ടുവന്നിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? അഴിച്ചുവിടാൻ. നീയൊക്കെ ആരാ? ഞങ്ങളോട് ഏൽപ്പിച്ച ജോലി ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ മകളും കാർത്തിക് സാർ നമ്മൾ വിവാഹം കഴിയുന്നവരെ നിങ്ങളിവിടെ ഇങ്ങനെ ഇടാനാ പറഞ്ഞിരിക്കുന്നത്. അത് കഴിയുമ്പോൾ എന്ത് വേണമെന്ന് അപ്പം തീരുമാനിക്കും. അയാൾ പറഞ്ഞു. ഗിരി ഞെട്ടിക്കൊണ്ട് കാര്യം മനസ്സിലാവാതെ ഗുണ്ടകളെ നോക്കി. എൻ്റെ മോളുടെ വിവാഹോ? അവനുമായിട്ടോ? ഞാനറിയാതെയോ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഗിരി വിശ്വസിക്കാനാവാതെ പറഞ്ഞു.
അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ മോളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. ആ പെണ്ണിന്റെ സമ്മതത്തോടെ തന്നെയാ ഈ വിവാഹം നടക്കുന്നത്. എന്റെ മോളുടെ സമ്മതത്തോടെയോ? ഇല്ല, അവൾ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. എന്നെ അഴിച്ചുവിട്, എനിക്ക് പോകണം പ്ലീസ്. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ഒരച്ഛന്റെ മനസ്സ് നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. ഇതിന് പകരം എത്ര വേണമെങ്കിലും ഞാൻ തരാം, ഗിരി യാചിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പണിക്ക് വാങ്ങിയ പണത്തിന് ചതി കാണിക്കാൻ ഞങ്ങൾക്കാവില്ല. ചോദിച്ച പണം എണ്ണി തന്നിട്ട് തന്നെയാണ് ഞങ്ങളിത് ഏറ്റെടുത്ത്. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്കാവില്ല. നന്ദിയും ചതി എന്ന് പറയാൻ മഹത്വമുള്ള പണിയൊന്നുമല്ലല്ലോ ഇത്. മറ്റുള്ളവരെ ചതിച്ചും കൊന്നും വെട്ടിപ്പിടിച്ച് നേടുന്ന പണമല്ലേ. അതുകൊണ്ട് ചതിയെ പറ്റിയൊന്നും നീയൊന്നും മിണ്ടണ്ട. അവൻ തന്നതിൻ്റെ ഇരട്ടി ഞാൻ തരാം. എന്നെ ഇവിടുന്ന് ഒന്ന് വിട്ടാൽ മതി. നടക്കില്ല, ആ കല്യാണം നടക്കാൻ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കാവില്ല. നാളെ കാർത്തിക് സാറ് വരുമ്പോൾ സാറിനോട് സംസാരിക്കും. നിങ്ങൾ ഞങ്ങളുടെ ജോലി വരെ തടസ്സപ്പെടുത്തരുത്. അയാളത് പറഞ്ഞു. ഗിരിയമ്മമാരെ ദേഷ്യത്തിൽ നോക്കി. നിന്റെ വീട്ടിലും അച്ഛനോ അമ്മയൊക്കെ കാണില്ലടാ, എന്നിട്ട് ഈ പണിക്കിറങ്ങാൻ നിനക്കൊക്കെ നാണല്ലേ? സ്വന്തം വീട്ടുകാരോട് ഇങ്ങനെ തന്നെ ആവുമല്ലേ? ഗിരി ചോദിച്ച അവന്മാർ പരസ്പരം നോക്കി. ഒരു ജോലി ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ വീടും കുടുംബമൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങളെ പോറ്റുന്ന നിങ്ങളുടെ അന്തരപ്പുള്ള ആൾക്കാരാ. അതുകൊണ്ട് നെറിയീട് കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. മിണ്ടാതെ അവിടെ ഞാനിരിക്കും. അയാൾ അത് പറഞ്ഞ് പുറത്തു പോയതും അച്ഛൻ നിരാശയോടെ അവിടെ ഇരുന്നു. ലച്ചു ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. ഇതിലെന്തോ ചതിയുണ്ട്. എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തിയാവും. ദൈവമേ, അവൾക്കൊന്നും പറ്റരുതേ. ആ ചതി എൻ്റെ കയ്യിലെങ്ങാൻ എൻ്റെ മോളെ കിട്ടിയാ അവൻ അവളെ വെറുതെ വിടില്ല. എന്തിനാ മോളെ നീ അവൻ്റെ അടുത്തേക്ക് പോയത്? അച്ഛൻ വേദനയുടെ കെട്ടഴിക്കാൻ നോക്കിയെങ്കിലും അതിനായില്ല. ചെറിയൊരു വെളിച്ചത്തിൽ ആ റൂമിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇതെവിടെ എന്നെ കൊണ്ടിട്ടേക്കുന്നേ? ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ! ഗിരി ഉറക്കി വിളിച്ചോ. നേരത്തെ വന്ന രണ്ടുപേരും അകത്തേക്ക് വന്നു. എന്താടോ ഒച്ച വെച്ച് ബാളുണ്ടാക്കിയ തീർത്തേക്കാനാ പറഞ്ഞിട്ടുള്ളത്? കുറച്ച് മര്യാദ കാണിച്ചു എന്ന് കരുതി അതെപ്പോഴും ഉണ്ടാവുന്ന എഴുതണ്ട. ദാ എടുത്ത് കഴിക്ക്. അത് പറഞ്ഞ് ആഹാരം ഗിരിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു. അയാൾ ഒരു കയ്യിലെ കെട്ടഴിച്ചു. കെട്ടഴിച്ചു നേരി ഞങ്ങൾ വെട്ടിച്ച് രക്ഷപ്പെടാന്ന് എഴുതണ്ട. എനിക്ക് വേണ്ട നിന്റെ ഒന്നും ആഹാരം. ഇത് അവന്റെ പണമല്ലേ? എവിടെ കിടന്ന് ചത്താലും ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് വേണ്ട. ആ, നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് അവർക്ക് നേട്ടമൊന്നുമില്ല. വേണമെങ്കിൽ എടുത്ത് കഴിക്കുക. ഇത് ഞങ്ങളുടെ ഔദാരിയായിട്ട് കണ്ടാൽ മതി. അയാൾ പറഞ്ഞതും ഗിരി അത് കേട്ട് പുച്ഛത്തോടെ നോക്കി. അവന്മാരൊരു കൂസലില്ലാതെ പുറത്തിറങ്ങി ഡോറടിച്ചോ. ഗിരി അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുകയായിരുന്നു. ഫോൺ പോലും അവന്മാർ വാങ്ങി വെച്ചുകൊണ്ട് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ആദ്യം നന്ദുവും പോയിട്ടും ലച്ചുവിന്റെ അച്ഛനെ പറ്റി ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല ഏട്ടാ. ആനന്ദിന്റെ അമ്മ ആലോചനയിലിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു. ലച്ചുവിനെയും അച്ഛനെയും കുറിച്ച് ഒന്നും അറിയാൻ കഴിയാതെ അവരെല്ലാം ഒരുപോലെ വിഷമത്തിലായിരുന്നു. എന്നാൽ സുമതിക്ക് മാത്രം സന്തോഷവുമായിരുന്നു. അന്വേഷിക്കുന്നുണ്ട്. രാവിലേക്ക് മുമ്പ് കണ്ടുപിടിക്കാനാവുന്ന അവരുടെ വിശ്വാസം. പോലീസിൽ അറിയിക്കാത്ത അബദ്ധമായെന്ന അപ്പൻ്റെ സംശയം. അവരുടെ ഭാഗത്തുനിന്ന് കൂടി അന്വേഷണം ഉണ്ടായ പെട്ടെന്ന് ലച്ചുവിൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാനായിക്കുന്നു എനിക്കിപ്പോൾ തോന്നുക. നാളത്തെ വിവാഹം നടക്കുമെന്ന് എൻ്റെ പേടി. അമ്മ വിഷമിക്കാണ്ടിരിക്കുക. എൻ്റെ ഏട്ടനുള്ള പെണ്ണാ ചേച്ചി. അങ്ങനെയൊന്നും അയാൾക്ക് സ്വന്താക്കാനാവില്ല. ആര്യ പറഞ്ഞു. സുമതിയെ കേട്ട് ഇഷ്ടക്കുറവോടെ നോക്കി. അത് മോള് പറഞ്ഞ സത്യ. അവളെ നന്ദുവിന്റെ പെണ്ണാ. അവൻ കൊണ്ടുവരും അവളെ. പോലീസിൽ അറിയിക്കാതെ ചിലപ്പോൾ വേറെന്തെങ്കിലും വഴി അവർ കണ്ടിട്ടുണ്ടാവും. അതാവും. എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ഇതിനിപ്പോ നിങ്ങൾ എന്തിനെങ്ങനെയെന്ന് വിഷമിക്കുന്നേ? അവള് പോയത് അവളുടെ വീട്ടിലേക്കല്ലേ? അവളുടെ മുറച്ചെറുക്കനല്ലേ അവളെ കെട്ടാൻ പോകുന്നത്? അവൾക്ക് സമ്മതമുള്ളതുകൊണ്ടല്ലേ അവള് പോയത്. ഇനി അവളെ പറ്റി ആലോചിക്കേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. പിന്നെ അവിടെ അച്ഛൻ അയാളെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലെത്തിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവരുടെ കുടുംബക്കാർ തമ്മിൽ എന്തോ ആയിക്കോട്ടെ. അതിലൊരു ബന്ധമില്ലാത്ത നമ്മൾക്ക് എന്തിനാ ഇടപെടുന്നത്? സുമതി പറഞ്ഞതും എല്ലാവരും അവരെ ദേഷ്യത്തിൽ നോക്കി. നിനക്ക് അവൾ ആരുമല്ലായിരിക്കാം, പക്ഷെ ഈ വീട്ടിലെ ബാക്കിയുള്ളവർക്ക് അവളെല്ലാമാണ്. നിന്റെ ഭാഗം പറയുമ്പോൾ അതിൽ ഞങ്ങളാരും ഉൾപ്പെടുത്തേണ്ട സുമയെ. അച്ഛൻ അവരെ നോക്കി പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞതിൽ ഇപ്പം എന്താ തെറ്റ്? അവള് നമ്മളാരും പറഞ്ഞു വിട്ടല്ല. എല്ലാം അറിഞ്ഞിട്ട് അവനെ കെട്ടാൻ സംഭവമുള്ളതുകൊണ്ടല്ലേ അവൾ പോയത്. അവളെ കാരണല്ലേ നമ്മുടെ കുട്ടികളെ ഇപ്പൊ അപകടത്തിൽപ്പെടുത്തിയത്. അവള് വരുന്നതിന് മുമ്പ് വരെ സന്തോഷം സമാധാനമായി പോയതല്ലേ ഈ വീട്. അവള് കാലുകുത്തിയ പിന്നെ ഏതെങ്കിലും നല്ലതുണ്ടായിട്ടുണ്ടോ? എവിടെയോ കിടന്ന് അവൾ അവിടെ പാർട്ടി ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആദ്യത്തെ തെറ്റാ. സുമേ, നീ മിണ്ടാണ്ടിരിക്കേ. നിനക്ക് അവൾ ഇഷ്ടമല്ലെങ്കിൽ നീ അവളുടെ കാര്യം സംസാരിക്കണ്ട. നിന്റെ മോൾക്കാണെങ്കിൽ ഒരു അവസ്ഥ വന്നെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കുമോ? അന്ന് നന്ദു അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു പെൺകൊച്ചിന്റെ ജീവനും മാനവും സംരക്ഷിക്കാൻ അവനായി. ഇന്നേ അവർ ആർക്കും നിന്നെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും പിടിക്കില്ല. അവൾ എനിക്ക് മുമ്പ് ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. ആ പെണ്ണുകാരൻ തന്നെയാ നന്ദു പ്രിയെ വേണ്ടാന്ന് വെച്ച്. അവള് വന്നില്ലായിരുന്നു എങ്ങനെയായാലും അവൻ അവിടെ കിട്ടിയനെ. അമ്മേ, പ്രിയ അത് കേട്ട് ദേഷ്യത്തിൽ വിളിച്ചു. എന്താടി ഞാൻ പറയുന്ന സത്യല്ലേ? നിന്റെ ആഗ്രഹം ഇഷ്ടമൊക്കെ തകർത്ത അവളല്ലേ? എന്നിട്ട് ഇപ്പൊ എല്ലാവരും അവളെ പൊക്കി പിടിച്ചപ്പോ നീ അവർക്കൊപ്പായി എന്ന് കരുതി എന്റെ ഉള്ളിൽ ആഗ്രഹം തീരില്ല. അമ്മയെ നന്ദുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അതൊരിക്കലും യഥാർത്ഥ പ്രണയമായിരുന്നു. എനിക്ക് പിന്നീട് സംശയം തോന്നിയിരുന്നു. അമ്മയുടെ വാക്കുകൾ കേട്ട് അവനോട് തോന്നിയൊരു ഭ്രമം. അത്ര അതിന് എനിക്കിപ്പോൾ പറയാനാവും. ഇപ്പൊ ഞാനും ആഗ്രഹിക്കുന്നില്ല അവനൊപ്പം ജീവിക്കണമെന്ന്. എന്തിനും ഓടിയെത്തുന്ന എപ്പോഴും വിളിപ്പുറത്തുള്ളൊരു സഹോദരൻ, അത് തന്നെയാ എന്റെ മനസ്സിലിപ്പോൾ അവൻ. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സിൽ അവനുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം. നീ ഇവരെയൊക്കെ പേടിച്ചാൽ മറച്ചു വെക്കുന്ന. ഇപ്പൊ എന്തായാലും ദയവായിട്ടാ അവളിവിടുന്ന് ഓടിച്ച്.
ഇനിയിപ്പോ അവൾ ആരെയും കെട്ടട്ടെ, അതിന് നമുക്കെന്താ? ഇനിയിപ്പോ അവിടെ കല്യാണം നടത്തുന്നല്ലേ നല്ലത്? സുമതി ഒരു കൗശലത്തോടെ ചോദിച്ചു. സുമേ, വെറുതെ നടക്കാത്ത കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് ഇവൾക്ക് ആശ കൊടുക്കേണ്ട. എന്തായാലും അത് നടക്കാൻ പോണില്ല. അത് പ്രിയയും മനസ്സിലാക്കി. നിന്റെ ഉള്ളിൽ തോന്നുന്ന പോലെ ലച്ചുവിനെ വേണ്ടാന്ന് നോക്കാൻ ഞങ്ങൾക്കാവില്ല. അത് നന്ദോളെ സ്നേഹിച്ചുകൊണ്ടല്ല, അവള് ഞങ്ങളോട് കാണിച്ച സ്നേഹവും ബഹുമാനവും കൊണ്ടാ. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഓ, അവൾക്ക് അത്രയും സ്നേഹവും കൂറുള്ളതുകൊണ്ടാണല്ലോ ആരോടും പറയാതെ പോയത്. സുമതി പുച്ഛത്തോടെ പറഞ്ഞു. അമ്മയോട് നിർത്താനാ പറഞ്ഞ്. ലച്ചുവിനെ അവിടെ അച്ഛനെയും കാണാണ്ട് ഞങ്ങളെല്ലാം അവിടെ വിഷമത്തില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവർ വേദനിപ്പിക്കാനാണെങ്കിൽ അമ്മ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. അമ്മയുടെ കൂടെ നിൽക്കുന്നതിൽ കൂടുതൽ സുരക്ഷിതത്വം ഞങ്ങൾക്ക് ഇവിടെ കിട്ടും. പ്രിയ പറഞ്ഞു. സുമതി അവളെ ദേഷ്യപ്പെട്ട് നോക്കി. അത് കണ്ടതോടെ ഒരു ഭാവമാറ്റമില്ലാതെ അവരെ നോക്കി. നിങ്ങളൊക്കെ ഇനിയും കിട്ടിയാലും പഠിക്കില്ല. സുമതി അതും പറഞ്ഞ അകത്തേക്ക് പോകാൻ എണീറ്റ് കൂടെ ആര്യ എഴുന്നേറ്റു. അത് കണ്ടത് കാവ്യ അവളെ നോക്കി കാര്യം ചോദിച്ചു. അവൾ കണ്ണടച്ച് കാണിച്ചു. സുമതി മുറിയിലേക്ക് പോയത് കണ്ടതും ആര്യ അവരുടെ പുറകെ വെച്ച് പിടിച്ചു. ദൈവമേ, ഇവളെ അമ്മയ്ക്കിട്ട് ചൊറിയാനാണോ പോയത്? കാവ്യ അവിടെ പോക്കേണ്ട സ്വയം പറഞ്ഞു. ഇവളെ എത്ര പറഞ്ഞാലും നന്നാവില്ലെന്ന് ശബ്ദം എടുത്തിരിക്കുകയാണോ? വെറുതെ മനുഷ്യനെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. അച്ഛൻ പറഞ്ഞു. പ്രിയം കാവ്യ അത് കേട്ട് ദയനീയമായി ചിരിച്ചു. സുമതി മുറിയിലെത്തിയതും ആര്യ അവളോടൊപ്പം അകത്തേക്ക് ചെന്നു. അവളെ കണ്ടത് സുമതി എന്താണെന്നുള്ള ഭാഗത്തിൽ നോക്കി. നീ എന്താടി എന്റെ പുറകെ എന്റെ റൂമിലേക്ക് വന്ന്? സുമതി ചോദിച്ചു. ആര്യ പെട്ടെന്ന് ഡോറടിച്ച് കുറ്റിയിട്ടു. നീ എന്തിനാടി കഥ കടച്ച്? കാര്യമുണ്ട് ആന്റി, ഇത് ഞങ്ങളുടെ വീടാ, ഞങ്ങളുടെ റൂമും. ഇത് ആന്റിക്ക് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. ആര്യയുടെ സംസാരം കേട്ടതും സുമതി അവൾ വായും പൊളിച്ച് നോക്കി. ആര്യേ, നീ എന്താ ഈ പറയുന്നേ? ഞാൻ നിന്റെ ആരാന്നുള്ള ഓർമ്മ വേണം നിനക്ക്. മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഓ പിന്നെ, ഒരു മുതിർന്ന ആള്. നിങ്ങളോട് രണ്ട് പറയാൻ തന്നെയാ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്ന്. അവിടെ വെച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അമ്മ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് തന്നെയാ ഇങ്ങോട്ട് വന്ന്. എന്താ നിന്റെ ഉദ്ദേശം? സുമതി അവളോട് ദേഷ്യത്തിൽ ചോദിച്ചു. ആര്യ അത് കേട്ട് ചിരിച്ചു. നിങ്ങളെ കായികപരമായി അല്ലാതെ ഒന്ന് ഉപദേശിക്കാനാ എന്റെ ഉദ്ദേശം. എന്നെ ഉപദേശിക്കാൻ നീയോ? ആ കൊള്ളാം. നിന്റെ അച്ഛനും അമ്മയും ശ്രമിച്ചതിന് പറ്റിയിട്ടില്ല, പിന്നെ നീ. സുമതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു വയസ്സിന് മൂത്ത ആള് വന്നിരിക്കുന്നു. കാശിന് ബുദ്ധി വിവരമുണ്ടോ കിളവി നിങ്ങൾക്ക്? കിളവിയോ? അതെ കിളവി തന്നെ. അത് തന്നെ നിങ്ങൾ വിളിച്ച കുറവാ. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ? ലച്ചു ചേച്ചി നിങ്ങൾക്ക് ആരുമല്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കൊക്കെ ജീവനാ. പ്രിയെ കൊണ്ട് എൻ്റെ ഏട്ടനെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും പൂതിയുണ്ടെന്നല്ലേ പറഞ്ഞ്? എന്നാലേ അതങ്ങ് എടുത്ത് കളഞ്ഞേക്ക്. ഏട്ടൻ ചേച്ചിക്കുള്ള. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ചേച്ചിയെക്കുറിച്ച് ഏട്ടനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം നിങ്ങൾ അറിയും. എൻ്റെ ഏട്ടൻ്റെയും പ്രിയയുടെയും പേര് തമ്മിൽ ഒന്നിച്ച് പറഞ്ഞാലും നിങ്ങൾ അനുഭവിക്കും. കാവ്യയും പ്രിയയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിനിടയിൽ നിങ്ങളെന്തിനാ എപ്പോഴും ഇങ്ങോട്ട് തള്ളിക്കയറി വരുന്നത്? സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ, അവിടെ കിടന്നാ പോരെ? മോളെ ആര്യേ, സുമതി ദയനീയമായി വിളിച്ചു. ദേ, മോളെ കോളെന്നങ്ങനെ എന്നെ വിളിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. കയ്യിൽ നിന്ന് സൂചി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതുകൊണ്ട് സുമതി പേടിച്ച് പുറകിലേക്ക് നീങ്ങി. നിങ്ങളല്ലേ അവരിവിടെ കൊണ്ടാക്കിയത്? എന്നിട്ട് നിങ്ങളെന്തിനാ ഏഷ്യണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ലച്ചു വെച്ച് ഇന്നലേക്ക് നാളെ ഇവിടെ വരും. എൻ്റെ ഏട്ടനെ കെട്ടുകയും ചെയ്യും. അവർക്ക് ജനിക്കുന്ന കൊച്ചുങ്ങൾ ഇവിടെയൊക്കെ വളരും. അതാ ഇനി നടക്കാൻ പോകുന്നത്. അതിനിടക്കങ്ങാനും ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിറങ്ങിയാലേ ഈ സൂചി നിങ്ങളുടെ കണ്ണിൽ ഞാൻ കുത്തിയിറക്കും. മക്കളെ കാണണം തോന്നുന്നു മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലാതെ ഇവിടെ ആയിട്ട് കിടക്കണമെന്നില്ല. മര്യാദക്ക് നാളെ രാവിലെ വാരിക്കെട്ടി പൊക്കണം ഇവിടുന്ന്. മര്യാദക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. അച്ഛനും അമ്മയ്ക്ക് നിങ്ങളെ സഹിക്കുന്നു കരുതി ഞാനെല്ലാം സഹിക്കുന്നു നിങ്ങൾ കരുതണ്ട. മോളെ ആര്യ, ഞാൻ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് എന്നെ എന്നല്ല, ഈ വീട്ടിൽ ആരെയും കുറിച്ച് നിങ്ങൾ പറയണ്ട, കേട്ടല്ലോ? ആര്യ ദേഷ്യത്തിൽ പറഞ്ഞു. അത് കേട്ട് സുമതി തലകുലുക്കി. ഇതെങ്ങാനും താഴെ വന്ന് ആരോടെങ്കിലും പറഞ്ഞാ ഇതാവും നിങ്ങളുടെ വിധി. സുമതിയെ ബാക്കിലേക്ക് തള്ളിക്കൊണ്ട് ആര്യ പറഞ്ഞു. അവർ കറക്റ്റായി താഴേക്ക് ചെന്ന് വീണു. അമ്മേ! സുമതി വേദനയോടെ നിലവിളിച്ചു. ആര്യയുടെ വാവുത്തി. ഇത് സാമ്പിള്. ഇനി ഓരോന്ന് പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഒറിജിനൽ അപ്പത്തരാം. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയതും സുമതി നടുവും താങ്ങി എഴുന്നേറ്റിരുന്നു അവൾ നോക്കി പല്ലുകടിച്ചു. ആ എന്റെ ദൈവമേ, എന്റെ നാട്ടു ഈ അഹങ്കാരം പിടിച്ചവൾ എന്നെ കിടപ്പിലാക്കി എന്നാ തോന്നുന്നു. സ്വയം പറഞ്ഞുകൊണ്ട് സുമതി എഴുന്നേറ്റ് ബെഡിലേക്ക് കിടന്നു. എന്റെ എല്ലാ മോഹവും തകരുകയാണല്ലോ ദൈവമേ, എല്ലാത്തിനും നീയൊക്കെ അനുഭവിക്കും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആറ് വേദന സഹിച്ച് കിടന്നു. റൂമിൽ പോയ ആര്യ തിരിച്ചു വരുന്ന കണ്ടതും കാവ്യ സമാധാനത്തോടെ അവളെ നോക്കി. നീ എവിടെ പോയതാടി? നിന്റെ അമ്മയൊന്ന് സ്നേഹിക്കാൻ. അമ്മയെ സ്നേഹിക്കാനോ? എന്തിന്? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കാരണം നീ കുട്ടിയാ. ആദ്യമായിട്ടും കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിയായതിനെ എനിക്ക്. എന്ത് ചെയ്യാൻ, ഓരോ വിധിയേ. കാവ്യ പറഞ്ഞു. ആര്യ കേട്ട് ചിരിച്ചു. പെണ്ണിനപ്പൊ ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ നിങ്ങളുടെ കല്യാണം നടത്തിയാലോ നമുക്ക്? ഞാൻ റെഡിയാ. നീ ആളുകൊള്ളാലോടി. ഈ നീയാണോ ഇത്രയും നാൾ വലിയനോടൊപ്പം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ്? അങ്ങനെ ഇപ്പൊ നിന്റെ പൂതി നടക്കില്ല കേട്ടോ. എന്റെ ഏട്ടന്മാരെ കെട്ടും നിശ്ചയം നടക്കൂ. ആര്യവളെ കളിയാക്കി പറഞ്ഞു. കാവ്യ കേട്ട് ചിരിച്ചു കാണിച്ചു. ആന്റി, ആന്റി! പെട്ടെന്ന് പ്രിയയുടെ സൗണ്ട് കേട്ടതും അച്ഛനും അമ്മയും ആരും കാവ്യം കൂടി മേലേക്ക് നോക്കി. അപ്പോഴേക്കും പ്രിയ താഴെ എത്തിയിരുന്നു. എന്താ, എന്തു പറ്റി? അമ്മളുടെ അടുത്തേക്ക് എണീച്ചു വന്നു. അമ്മക്ക് തീരെ വയ്യാന്നാ പറയുന്നത്. ബാത്റൂമിലെങ്ങാണ്ട് വീണോന്ന്. അമ്മ വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് പ്രിയ പറയുന്ന കേട്ടതും ആര്യ ഉള്ളിൽ ഊറി ചിരിച്ചു. കാവ്യയുടെ നോട്ടം ആദ്യത്തേത് ആര്യയുടെ നേർക്കായിരുന്നു. അത് കണ്ടത് ആര്യ ഒന്നും അറിയാത്ത പോലെ നിന്നു. അപ്പോഴേക്കും എല്ലാവരും മുകളിലേക്ക് ഓടിയിരുന്നു. പണിയാവൂ ദൈവമേ. തലയിൽ തട്ടിക്കൊണ്ട് ആര്യ റൂമിലേക്ക് ഓടി. എന്താ സുമേ, എന്തു പറ്റി നിനക്ക്?
നേരത്തെ കയറി വന്നപ്പോൾ വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അമ്മ അവരോട് ചോദിച്ചു. സുമതി പുറകിൽ നിൽക്കുന്ന ആര്യയെ നോക്കി. അത് കണ്ടതും കാവ്യ ആര്യയെ നോക്കിയതും അവൾ നിഷ്കുവായി നിന്നു. ഓ, അതൊന്നും പറയണ്ട. ബാത്റൂമിലൊന്ന് തെറ്റിയതാ, ചെറുതായിട്ടൊന്ന് വീണു. എന്നിട്ട് നീ എന്താ ഞങ്ങളാരെയും വിളിക്കാഞ്ഞ്? അത് പിന്നെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാണ് നല്ല വേദന തുടങ്ങിയത്. അത് സാരമില്ല, ഞാൻ വീട്ടിലേക്ക് പോവായിന്ന്. സുഖല്ലേ? പിന്നെ നീ അവിടെ ചെന്നിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം. ഹോസ്പിറ്റലിലേക്ക് പോകാൻ മാത്രം കുഴപ്പമൊന്നുമില്ല എനിക്ക്. അല്ല ആൻറ്റി, എന്തായാലും സുഖമില്ലാത്തല്ലേ, അപ്പോൾ വേദന മാറുന്നവർ ഇവിടെ നിന്നിട്ട് പോകുന്ന നല്ലത്. അതാവുമ്പോൾ ഏട്ടൻ ചേച്ചിയെ തിരിച്ചുകൊണ്ടിരുന്ന കാണാമല്ലോ. അവിടെ പോയ ആൻറ്റിക്ക് കാണാൻ പറ്റില്ലല്ലോ. ആരും അർത്ഥം വെച്ച പോലെ പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ പോവാ. അവൾ വരുന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എനിക്കൊന്നും കാണണ്ട. ആൻറ്റി പോയാലും ഒറ്റക്കല്ലേ. പ്രിയും കാവ്യ അവിടേക്ക് വിടരുതെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയത്. ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്നെങ്ങാനും അറിഞ്ഞാൽ അവർ ആൻറ്റിയെ തട്ടിക്കൊണ്ടുപോയാലോ? ഈ വയസ്സാങ്കാലത്ത് ഈ വേദനയൊക്കെ വെച്ച് അവിടെ കൈ ചെന്ന് പെണ്ണെങ്കിൽ ആൻറ്റി പൊക്കോ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.